നമുക്കിപ്പം തനേഷ് തമ്പി കൂടി വീണ്ടും ചേരുന്നു. തനേഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. തനേഷ്, പറയൂ. എസ് കെ, ഞാൻ പി സരിനെ കേൾക്കുകയായിരുന്നു. അത് തന്നെയാണ് കാരണം. പി സരിൻ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതിന് ശേഷമാണ് ഇവിടെ ശക്തമായ തീപ്പൊരി ചിതറുന്ന ഒരു ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിനുശേഷം നമുക്കറിയാം ഒട്ടേറെ ട്വിസ്റ്റുകൾ സംഭവിച്ച ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടേത് വരെയായി. ഇപ്പോൾ എന്തായാലും ഇന്ന് കലാശക്കൊട്ട് എന്നുള്ളത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള ആവേശകരമായ ഒന്നായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. LDFും UDFും NDAയും ഒക്കെ വിവിധ മേഖലകളിൽ ബൈക്ക് റാലികളും അതുപോലെ തന്നെ മറ്റ് റാലികളും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. എസ് കെ, അതിനകത്ത് ഒന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസംഗങ്ങളും അതിനകമ്പടിയായി സംഗീതവും ഒപ്പം വെളിച്ചവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള DJ എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു രൂപം, അതിൽ ആവേശത്തിമിർപ്പോടുകൂടി നൃത്തം വയ്ക്കുന്ന പ്രവർത്തകർ ഒക്കെ ഇന്നലത്തെ വളരെ രസകരമായ കാഴ്ചകളായിരുന്നു. ഇന്നലെ രാത്രിയിലെ അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളായിരിക്കും ഇന്ന്. ഒരുപക്ഷെ എന്താ പറയുക, പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ്റെ ഒരു പൊടിപൂരം തന്നെയായിരിക്കും ഇന്ന് പാലക്കാട് ഉണ്ടാവുക. ഒരുപക്ഷെ ചേലക്കരയ്ക്കോ അല്ലെങ്കിൽ വയനാടിനോ ഒന്നും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അവിടെ ഇത്രത്തോളം ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. ഞാൻ ചേലക്കരയിലൊക്കെ പോയതാണ്. പക്ഷേ അവിടെ ഒന്നും കണ്ട കാഴ്ചയേ അല്ല. ഇവിടെ ഓരോ തരിമ്പിലും ഓരോ പുൽക്കൊടിയിലും രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു സിനിമ പോലെ, ഉദ്വേഗജനകമായ ഒരു സിനിമ പോലെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. അത് ആ അവസാന നിമിഷം വരെ, അതായത് റിസൾട്ട് വരുന്നത് വരെ ഈ ഒരു ഉദ്വേഗം നിൽക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അതിന് ആവേശം കൂട്ടുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. എസ് കെ. താങ്ക് യു തനേഷ് തമ്പി. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പോൾ കലാശക്കൊട്ടിൻ്റെ സമഗ്രമായ ചിത്രം പ്രേക്ഷകരിൽ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ വാർത്താ സംഘം ആഷ്മിയുടെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ് പാലക്കാട്. സ്റ്റുഡിയോ എൻഡിൽ ഞാനും S വിജയകുമാറുമായിരിക്കും. അവിടെ അതുപോലെ KR ഗോപികൃഷ്ണൻ ഉണ്ടാകും. അവിടെ ആഷ്മി താജ് ബറാവിൻ്റെ നേതൃത്വമുള്ള വലിയൊരു വാർത്താ സംഘം അവിടെ ഉണ്ടാകും. അതിൻ്റെ ചൂടും ചൂരും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് നമ്മളത് സന്നിവേശിപ്പിക്കും. ഇന്ന് സമഗ്രമായ കവറേജ് രാവിലെ ഉറപ്പുവരുത്തുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഈ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അത്ര കൂടുതൽ രാഷ്ട്രീയ ചൂട്, രാഷ്ട്രീയ ഉഷ്ണമാപിനിയിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാ വാർത്താ ചൂടും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു തരും. ഉച്ചയ്ക്ക് 2 മണി മുതൽ നമ്മുടെ 24 വാർത്താ സംഘം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചെയ്യുന്നത് പോലെ അതിൻ്റെ ഫുൾ പെർഫോമൻസിലായിരിക്കും.